നീ ആള് കൊള്ളാമല്ലോടാവേ. എവിടുന്ന് കിട്ടിയിടവന്? എനിക്ക് ഒരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവന് കെട്ടിച്ചു കൊടുത്തേന്. ഉള്ളതിന്റെ മനസ്സമ്മതം പറഞ്ഞു വെച്ചിരിക്കുക. അച്ഛനൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞില്ലേ, അതിൽ കൂട്ടിക്കൊണ്ടുവന്നതാ. വിശ്വസിക്കാവുന്ന ആളാ അച്ചായ. പേര് വിഷ്ണു. ഓ, അപ്പൊ നീ തന്നെ ഇനി മുതൽ പത്രോച്ചായന്റെ ഡ്രൈവർ. അച്ചായ, അതെങ്ങനെ ശരിയാവുന്നേ? ആ ജോലി എന്റെ അനന്തരം ദീപക്കിന് കൊടുക്കാമെന്നല്ലേ അച്ചായൻ പറഞ്ഞത്? അയ്യോ, അക്കാര്യത്തിൽ ഞാൻ വാക്ക് പറഞ്ഞു പോയല്ലോടാ. പറഞ്ഞ വാക്ക് എങ്ങനെ മാറ്റി പറയാ? അത് ശരിയാണല്ലേ? സാരമില്ല അച്ഛൻ, ഞാൻ വേറെ ജോലി നോക്കിയോളാം. നീ അങ്ങനെ നിരാശപ്പെടണ്ട. നിന്നെ പോലെ ഒരുത്തൻ എന്റെ കൂടെ നിൽക്കുന്നതാ എനിക്കിഷ്ടം. ഇവിടെ തന്നെ വേറെ എന്തെങ്കിലും ജോലി വരുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. ഡ്രൈവറേക്കാളും നല്ല ജോലി വരുമ്പോ നോക്കാം. അത് വേണ്ട അച്ചായ, ഇവനെ വിട്ടുകളയണ്ടെന്നല്ലേ അച്ചായൻ പറഞ്ഞത്. അച്ചായനെ പോലെ എനിക്ക് ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്കിവന് ജോലി കൊടുക്കാം അച്ചായ. നമ്മുടെ മില്ലിൽ തന്നെ വേക്കൻസി ഉണ്ട്. ആണോ? ആ, അതാ കൊടുത്തേക്ക്. നിങ്ങൾ എന്റെ കൂടെ ശരി. തടി കുറയ്ക്കണ്ട. മേരി മാതാ സോമിൽ ഇത് പൊളിക്കും. ഹലോ, പത്രോച്ചായം വലിയ മനസാക്ഷിയുള്ള ആളെന്നല്ലേ പറഞ്ഞേ? അതെ. അയാൾ ഈ മില്ലിന്റെ മേലെ പറയണ കാക്ക വരെ വില പറഞ്ഞു വെക്കാരുന്ന കൊള്ളാം. നീ പറഞ്ഞത് ഈ ജയരാമൻ തീരെ മനസാക്ഷിയില്ലാത്ത ആളെന്നല്ലേ? അതെ. ഇയാളുള്ളതുകൊണ്ട് ഇപ്പൊ ജോലി കിട്ടിയത് മനസ്സിലായ? ജയരാമൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് മനസാക്ഷി കാണിച്ച് ഞാൻ കാണുന്നത്. എടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവണമെന്നില്ല കാര്യങ്ങള്. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പൊ ഇന്ന് തന്നെ ജോലി കയറുമല്ലേ? ഇന്ന് തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. മനസ്സിലായി. കമലിന്റെ റെക്കമെൻഡേഷൻ വന്ന ആളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? പത്രോച്ചായന് മുന്നിൽ എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ആളാ കമലൻ. അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല. അതാ പത്രോച്ചായൻ പറഞ്ഞു വിടാൻ തുടങ്ങിയിട്ടും ഇയാൾക്ക് ഇന്ന് തന്നെ ജോലി തരാൻ ഞാൻ തീരുമാനിച്ചത്. വളരെ നന്ദിയുണ്ട് ജയരാമേട്ടാ. ജയരാമേട്ടന് ഇത്ര നല്ല മനസ്സുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ പറ്റി ഒരുപാട് കമലിന് ഇനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമോ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലേ? ആ വെന്നി, ഓ അത് ഇവന്റെ തോളിലേക്ക് വെച്ചോട്. ഇതാ നിനക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ. കമലിന്റെ കൂട്ടുകാരനല്ലേ? ചേട്ടാ, ലോഡിംഗ് ആണോ വിഷ്ണു അച്ഛന്റെ ജോലി? ഇവിടെ ഈ ഒരു ജോലിയേ ഉള്ളൂ. ഇവന് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇവൻ നിന്റെ ആശാനാണെങ്കിൽ ഇവൻ ഇതിന്റെ ഇരട്ടി ചുമക്കേണ്ടി വരും. ഇവനെ പോലുള്ള പിഴയെ പഠിപ്പിച്ചു വിട്ടതല്ലേ? എന്താടാ, നിനക്ക് ജോലി വേണോ വേണ്ടേ? ഞാൻ ചെയ്തോളാം ജയരാമ. ജയരാമൻ നിന്റെ മറ്റവനെ പോയി വിളിച്ചാ മതി. ഇവിടെ ഞാൻ സാറാടാ, സാറ്. മനസ്സിലായോടാ? മനസ്സിലായി സാർ. ഞാൻ കൂടെ സഹായിക്കാം ആശാനെ. വേണ്ട, ലോഡിങ്ങിന് ഇവിടെ അസിസ്റ്റന്റുമാരൊന്നും പറ്റില്ല. നല്ല തണ്ട് തടിയുള്ളതല്ലേ, ഒറ്റയ്ക്ക് അങ്ങ് ചുമന്നോണം. മനസ്സിലായല്ലോ? വൈകുന്നേരം കൂലി എണ്ണി വാങ്ങാനുള്ളതല്ലേ? എടോ രാജേന്ദ്ര, നല്ല ഭാരമുള്ള തടിയൊക്കെ എവന്റെ തോളയിലോട്ട് വെച്ചു കൊടുത്താൽ മതി. പണി ചെയ്ത് പഠിക്കട്ടെ. അനങ്ങാക്കള്ളനാന്ന് തോന്നുന്നു. എനിക്ക് കെട്ടിച്ചേരാനേ മോളൊന്നുമില്ല. ഈ ഉപകാരമൊക്കെ ചെയ്തു തരാൻ പറ്റൂ. ഒരുപാടങ്ങ് കയറി സ്മാർട്ട് ആകല്ലേടാ, ക്ണാപ്പ. കൊണ്ടുപോയി ഇടാ തടി.
ചേട്ടാ അത് നിനക്കെന്താണ് അവിടെ കാര്യം? ഇറങ്ങിപ്പോടാ പുറത്ത്. ഡാ, നീ പോയിക്കോ. കുഴപ്പമില്ലടാ, പോയിക്കോ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? അതിന് എടുത്തോണ്ടോ? ആ, എടാ വേഗം കൊണ്ടിട്ടിട്ട് പാടോ. ആ. അനുഭവിച്ചോ? ആ പെണ്ണിന്റെ ചന്തം കണ്ട് 2 ലക്ഷം രൂപ വാരി എറിഞ്ഞതല്ലേ? ആ കാശ് കൊണ്ടാ ഗോപാലകൃഷ്ണൻ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഡാ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് താനല്ലാന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പ്രശ്നമാവൂലോ ഹരീഷേ? ആ, അതാ പറഞ്ഞത്. കുറച്ചു പേരെങ്കിലും അയാൾ പറയുന്നത് വിശ്വാസത്തിലെടുക്കും. അങ്ങനെ അയാൾ കേസിന് പോയാ തേർഡ് പാർട്ടിയായിട്ട് സഹായിക്കാൻ പലരും ഉണ്ടാവും. കേസ് അയാൾക്ക് അനുകൂലമായി വിധിയായ വഞ്ചനാ കേസ്, വ്യാജരേഖ, ഗൂഢാലോചന, എന്റെ ബാല നീ പെടുവേ. ആ, ദേ എല്ലാത്തിനും കാരണക്കാരിയായ അവള് വരുന്നുണ്ട്. ഹരീഷേ, നീ ഒന്ന് മാറി തിന്ന്. മാറിത്തരാനാ? നിന്നോട് സ്ഥലം വിടാനാ പറഞ്ഞത്. ഞാൻ മാറി തന്നേക്കാം. ഇനി അവളുടെ മൊഞ്ച് കണ്ട് നീ പണം വാരി കൊടുക്കാതിരുന്നാ മതി. പണം വാരി കൊടുക്കാനല്ലടാ, കൊടുത്ത പണം മുതലാക്കാവൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യം നടന്നു കഴിയുമ്പോ നീ എന്നെ മറക്കല്ലേ ബാല. നീ ഇപ്പൊ ചെല്ലി. ശരി, ഈ പണം കൊടുത്ത് നമ്മൾ ശത്രുക്കളെ വാങ്ങുന്ന സുന്ദരമായൊരു കളിയാണ് കടം കൊടുക്കലെന്ന് കേട്ടിട്ടുണ്ട്. ദാ, അതിപ്പ കണ്ടു. ഞാൻ എന്ത് ചെയ്തെന്നാ ബാലേന്ദ്രൻ പറയുന്നേ? ശാരിക എന്താ എന്നെ കണ്ടിട്ട് ഒരു പരിചയം കാണിക്കാത്തത്? മുഖം വെട്ടിച്ച് കടന്നു പോകുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ഞാൻ സത്യത്തിൽ വേറെന്തോ ആലോചിച്ച്. ശാരികയുടെ നമ്പറിൽ ഞാൻ പലതവണ വിളിച്ചു. അപ്പോഴും വേറെന്തോ ആലോചിച്ചാണോ കോൾ എടുക്കാത്തത്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കണമെങ്കിൽ ഒരുപാട് കോള് വരുന്നൊരു നമ്പരായിരിക്കണം. ശാരികയുടെ നമ്പറിലേക്ക് അങ്ങനെ ഒരുപാട് കോളൊന്നും വരുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാരിക വാങ്ങിച്ച കാശ് എപ്പോ തിരിച്ചു തരുമെന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ശാരിക ഇപ്പൊ ആലോചിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. തിരിച്ചു തരാനുള്ള കാലാവധിയുടെയും പലിശയുടെയും കാര്യമൊന്നും പണം തരുമ്പോ പറഞ്ഞില്ലല്ലോ എന്നല്ലേ? ശരിയാ, ഞാനങ്ങനെ അതിനായിട്ട് ബലം പിടിക്കുകയില്ല. പക്ഷേ നമ്മൾ ഒരാൾക്ക് പണം കൊടുത്തിട്ട് അയാളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, പിന്നീട് തിരിച്ചൊരു വിളിയും ഇല്ല. അപ്പൊ നമ്മൾ എന്താ കരുതേണ്ടേ? അയാൾക്ക് പണം തിരിച്ചു തരണമെന്നൊരു വിചാരമില്ല, നമ്മളെ പറ്റിച്ചതാണ്. ഞാനും അങ്ങനെ തന്നെ കരുതൂ. അല്ല, ശാരിക എന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് കരുതുമായിരുന്നു? ഞാനിനി മുതൽ കോൾ എടുത്തോളാം. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എങ്ങോട്ടാ ശാരിക? ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്ത വാങ്ങാൻ.
കാറിലോട്ട് കയറിക്കോ, ഞാൻ കൊണ്ടുപോയി ആക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ശാരികയില്ലേ പറഞ്ഞു തിരക്കുണ്ടെന്ന്. നടക്കുന്നതിനേക്കാൾ വേഗത്തിലല്ലേ കാറിലായാൽ. വേണ്ട. അങ്ങോട്ട് കേറി ചാരികയെ. കൈ വിട് ബാലേന്ദ്ര. ഞാൻ ബലം പ്രയോഗിക്കുവേ. വിട് ബാലേന്ദ്ര. കുഴപ്പമില്ലെന്നേ. കൈയെന്ന് വിട്. വിടാൻ. വിട്. പോക്കത്തിനെ കാണിക്കുന്നോളാം. പട്ടപ്പകൽ പെമ്പിളറെ കൈ കയറി പിടിക്കുന്നോ നീ? ആവേശം കുറക്ക് രാജീവ് സാറേ. നിന്നെ നിർത്തന്നേ. കൈ കയറി പിടിച്ചേനെ അവക്ക് പരാതി ഉണ്ടെന്ന് ചോദിക്കാതെയും. പറയിച്ചാരികെ, പരാതി ഉണ്ടെങ്കിൽ പറ. നിന്റെ ഭർത്താവല്ലേ മുന്നിൽ നിൽക്കുന്നത്. കൈ എടുക്ക് സാറേ. ഖദറാണെങ്കിലും വില കൂടിയതാ, ഓട്ടയും. സാറ് തക്കരന്ന് വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിവരങ്ങളൊന്നും അറിഞ്ഞു കാണത്തില്ല. സാർ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് സാറിന്റെ ഭാര്യയ്ക്ക് ഇവിടെ ചില അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഈ ബാലേന്ദ്രനാ സഹായിച്ചത്. എന്താ ഏതാന്നൊക്കെ സാറിന്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി. വിശദമായിട്ട് പറഞ്ഞു തരും. പിന്നെ രാജീവ് സാറേ, ചുമ്മാ പെണ്ണ് കെട്ടിയ മാത്രം പോരാ. ഈ ഭാര്യമാർക്കേ പല വിധത്തിലുള്ള ആവശ്യങ്ങളും കാണും. അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ പരപുരുഷന്മാരെ നിറവേറ്റി കൊടുക്കുന്നത് നാണക്കേടാ. വേണ്ട സാർ, വിട്ടേക്ക്. ഒന്ന് പോവേ. വാ സാർ. എന്താ ഈ കവനോട്ടുള്ള ബന്ധം? എന്താണെന്ന്? നോക്ക്, മോളുടെ അച്ഛൻ ജോലി അന്വേഷിച്ചു പോയിട്ട് എന്തായോ ആവോ. നമുക്കേ ഒന്ന് വിളിച്ചു നോക്കിയല്ലോ. ശാലിനിയ? ആ ശാലിനി. ആ വിഷ്ണുട്ടാ, ജോലിക്കാരി എന്തായി? അത് ശരി. ഡ്രൈവർ ജോലി തന്നെയല്ലേ വിഷ്ണുട്ടാ? ഞാനേ അത് പറയാം. ഇപ്പൊ പറഞ്ഞാൽ എന്താ വിഷ്ണുട്ടാ? ഒന്ന് പറയുന്നേ.
ഞാനിവിടെ ജോലി തുടങ്ങിയല്ലേ ഉള്ളൂ ശാലിനി. വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം. വിഷ്ണു ഏട്ടാ, ഞാൻ വിളിക്കാം. വിഷ്ണു ഏട്ടാ, ഹലോ ഹലോ. ദേ, അച്ഛന് തിരക്ക. വീട്ടിലേക്ക് വരട്ടെ കേട്ടോ, നമുക്ക് ശരിയാക്കി കൊടുക്കാം. ഡാ, എന്തേ? വന്നിട്ട് മണിക്കൂറൊന്നായില്ല, അപ്പോഴേക്കും ഫോൺ വിളി അല്ലേടാ? വീട്ടിൽ നിന്ന് ആ, വീട്ടിൽ നിന്നോ? വീട്ടുകാരോട് സംസാരിക്കാതിരിക്കുന്നതിൽ അത്രയ്ക്ക് ദണ്ണം ഉണ്ടായിരുന്നെങ്കിലേ നിനക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോടാ. മേലാൽ ഒരൊറ്റ തവണ ഈ വളപ്പിൽ നിന്ന് നീ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാൽ നിനക്കിവിടെ വേലയില്ല, കൂലിയില്ല. നിന്റെ ഫോണും ഞാൻ ചവിട്ടിപ്പൊട്ടിക്കും, കേട്ടാ? എടാ, കേട്ടോന്ന്. ശാരികച്ചി നിർബന്ധിച്ചേൽപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വള വാങ്ങിച്ചത്. ഇന്നലെ രാത്രി വിഷ്ണുട്ട് മോൾക്കൊരു കുപ്പി പാല് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ എടാ, നിന്നോടാ ചോദിച്ച കേട്ടോന്ന്. കേട്ടോ? അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് തന്നെ കൊള്ളാം. ആശാനെ, നമുക്ക് ഈ ജോലി വേണോ ആശാനെ? ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതെ ഇതെന്താ കോൺസെൻട്രേഷൻ ക്യാമ്പോ? സാരമില്ലടാ, ഇതൊരു തൊഴിലാണല്ലോ, നമുക്ക് എത്ര വേണമെങ്കിലും താഴാം. പക്ഷേ ഒരു പുരുഷൻ ശരിക്കും താഴ്ന്നത് എവിടെയാണെന്നറിയോ? അവന്റെ പെണ്ണ് പണത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് മുമ്പിൽ കൈ നീട്ടുമ്പോഴാ. നീ വിട്ടോ, ഇവിടെ പണിയുണ്ട്. പൊക്കോടാ. ദേശങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം. നിഴനാടകമാടുകയല്ലോ ജീവിതമാകെ. കുഞ്ഞിന്റെ ഓപ്പറേഷൻ സമയത്ത് പണം തന്ന് സഹായിച്ചതിന് വിഷ്ണുമോനോട് നന്ദി പറയണം. ബ്ലേഡുകാരിയുടെ മകനല്ലടാ, ബ്ലേഡ് സത്യഭാമയുടെ മകൻ, കേട്ടോ? മൂർച്ച കൂടും. എന്റെ പാറുവിന് ഉറക്കം വരുന്നുണ്ടോ? നമുക്ക് ഉറങ്ങാട്ടോ. ഓ ഓ ഓ ഓ. ആരോ വന്നല്ലോ. അമ്മയെന്ന് നോക്കിട്ട് വരാമേ. കുറുമ്പൊന്നും കാണിക്കാതെ കിടക്കണേ. അർജുനേട്ടനോ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരാളുടെ ഉണ്ട്. അച്ഛാ, മോളെ, അച്ഛനെ ഞാൻ ആർക്കാം ശാലിനി. ശാലിനി എപ്പോഴേക്കും പോയി മോളെ എടുത്തോണ്ട് പോവാ. പോയിക്കോ.
ശരി. ഇറങ്ങിച്ച നിക്കേ. അച്ഛാ പതുക്കെ. ആ അജടാ, എന്റെ ചക്കരക്കുട്ടി ഉണന്നേ. പാറക്കുട്ടിയെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കുന്നേ നോക്കി. ഓ ഓ ഓ, വാ വാ. കുഴപ്പമില്ലല്ലോ. വീട് വലിയ കുഴപ്പമില്ലല്ലേ മോനെ? എന്റെ പൊന്നുമോള് ശാലി മോളെ പറു മോളെ. തന്താനേ